അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ മെയിൻ്റനൻസ് ആണ് നിങ്ങൾ ഈ താഴെ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് നമ്മൾ ചേഞ്ച് ആക്കിയതാണ്. ഇത് മുഴുവൻ ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്യണം. പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ പഴയ ലൈറ്റ് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾ വിചാരിക്കും സ്വാഭാവികമായിട്ടും. ഇത് മുഴുവൻ ഉപ്പാണ് കേട്ടോ, നല്ല ഒന്നാന്തരം ഉപ്പാണ്. വെള്ളത്തിലുണ്ടായിരുന്ന ഉപ്പ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. നമ്മൾ പുതിയ ലൈറ്റ് മേടിക്കുന്ന സമയത്ത് ആ ഫ്രെയിമിന് അല്ലെങ്കിൽ ആ ബേസിന് അവിടെ തന്നെ ഉറപ്പിച്ച് വെച്ചിരിക്കും കേട്ടോ. അതിനെ ഇളക്കി മാറ്റുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. രണ്ടാമത് ഇളക്കിയിട്ട് വീണ്ടും ഡ്രില്ല് ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ ടൈലല്ല ആ മാർബിളിന് അങ്ങനെ വല്ല പൊട്ടൽ വന്നാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ആ സാധനത്തിന് ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ട് പുതിയ ലൈറ്റ് അതിൽ തന്നെ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ 3 ലൈറ്റിൽ ഒരെണ്ണം കംപ്ലയിൻ്റ് ആയ സമയത്ത് ഞാനതിന് പുതിയ ലൈറ്റ് വാങ്ങി വെച്ചായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് തന്നെ വൃത്തിയായിട്ട് അറിയാമായിരുന്നു. ഇപ്പോൾ എന്തായിരുന്നാലും ഒരെണ്ണം വയ്ക്കുന്ന സമയത്ത് ഇവർ ബാക്കിയുള്ളത് കൂടി ചേഞ്ച് ആക്കാൻ പറയുമെന്നുള്ളൊരു ഉത്തമമായിട്ടുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രതീക്ഷയോടെ തന്നെ നമ്മൾ പോയത്. അപ്പോൾ ഇതെല്ലാം പുതിയത് ഫിറ്റ് ചെയ്തതിന് ശേഷം അവർക്കത് പുതിയതിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഫിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞേട്ടാ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മുഴുവൻ ലൈറ്റുകളും ഫിറ്റ് ചെയ്തിട്ട് ഈ ഹോളിനകത്തൊക്കെ വെള്ളം കയറി പോകാതിരിക്കാൻ വേണ്ടി സിലിക്കോണും കാര്യങ്ങളൊക്കെ അടിച്ച് വൃത്തിയായിട്ട് തന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല വാട്ടർ പ്രൂഫിൻ്റെ ടേപ്പെല്ലാം ചുറ്റി. കാരണം ഇത് DC ആണ് വരുന്നത്. DC 12 വോൾട്ടാണ് വരുന്നത്. എങ്കിൽ കൂടിയും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനകത്ത് വെള്ളത്തിൽ തട്ടിയാലും എങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നീറ്റായിട്ടും വൃത്തിയായിട്ടും തന്നെ സേഫായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വളരെ ആയാസകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസ് തന്നെ ആയിരുന്നു. നമ്മൾ 3 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3 പേർക്ക് ചെയ്യാനായിട്ട് 3 പേര് ഉണ്ടാകും, അല്ലെങ്കിൽ 3 പേര് പോകേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതല്ലാതെ വീടിനകത്ത് കുറച്ചുകൂടി മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു കേട്ടോ.